students, the other day we studied what communication is, what is communication, and the 8 major components of communication and the elements or the factors that hinder or block the efficiency of communication. The 3 factors that hinder the efficiency of communication or the efficiency in communication. So these were the things we studied in detail in the last class. Today, now we are going to study types of communication and the effective communication and how to improve our communication technique or our communication. So today we are going to learn or study or understand the various types of communication, especially the 3 types of communication, and the effective communication. What is effective of that? That is something we studied in the previous class. See, it is repeated for your knowledge, for assimilating the things in your mind, and the ways by which we can improve our communication technique. These are the things that we follow today. So let us begin with the types of communication or the various types or the variants of communication. Which are they? First one is verbal communication. Verbal means related to words, വാക്കുകൾ ഉപയോഗിച്ചുള്ള, or we can say oral communication. Verbal communication means wordly communication or communication communication made with the help of words. That is verbal communication. That is what is verbal communication. See, verbal communication is the type of communication where information is exchanged through verbal medium like words, speeches, etc. What is verbal communication? Verbal communication is the type of communication where information or idea is exchanged through verbal medium like verbal medium എന്ന് പറഞ്ഞാൽ വേർഡ്സ്, സ്പീച്ചസ് എക്സെട്ര. അതായത് വെർബൽ മീഡിയമായ വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ രീതിക്കാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. യു നോ ദി സ്ട്രെസ് ഓഫ് വേർഡ്സ്, വേർഡിലി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിലബിളിൽ നമ്മൾ ഓരോ വാക്കുകളിലെ സിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ അത് പഠിപ്പിക്കുന്നില്ല. ഐ എം ഗിവിങ് യു ആൻ ഇൻഫർമേഷൻ. സിലബിൾ മീൻസ് സിലബിൾ ഈസ് എ യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ വിച്ച് ഈസ് അട്ടേഡ് വിത്ത് 1 ചെസ്റ്റ് പൾസ്. നമ്മൾ ഒരൊറ്റ ശ്വാസത്തിൽ പറയുന്ന ആ ഉച്ചാരണത്തിൻ്റെ യൂണിറ്റാണ്. ഒരൊറ്റ ശ്വാസത്തിൽ ഒരൊറ്റ ചെസ്റ്റ് പൾസിൽ നമ്മൾ പറയുന്ന ഉച്ചാരണത്തിൻ്റെ യൂണിറ്റാണ് സിലബിൾ എന്ന് പറയുന്നത്. സിലബിൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. ജനറലി ഓർ യൂഷ്വലി ഓർ ആസ് എ റൂൾ എ സിലബിൾ കൺസിസ്റ്റ് ഓഫ് എ വവൽ സൗണ്ട്. വവൽ ലെറ്റർ അല്ല, വവൽ സൗണ്ട്. ഒരു സിലബിളിൽ ഒരു വവൽ സൗണ്ട്, സ്വരശബ്ദം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ 20 വവൽ സൗണ്ട്സ് ഉണ്ട്. അതായത് 20 വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് 7 ലോങ് വവൽസ്, 5 ഷോർട്ട് വവൽസ്, പിന്നെ 8 ഡിഫ്തോങ്സ് ഓർ വവൽ ഗ്ലൈഡ്സ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് 20 വവൽസ് ഉണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ഒരു വവൽ സൗണ്ട് ഒരു സിലബിളിൽ തീർച്ചയായിട്ടും ഒരു വവൽ സൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് കൺസണന്റ് സൗണ്ട്സ്. വ്യഞ്ജന ശബ്ദങ്ങൾ ഉണ്ടാകാം, ഇല്ലായിരിക്കാം, അതും വിഷയമല്ല. പക്ഷെ ഒരു വവൽ സൗണ്ട് തീർച്ചയായിട്ടും ഒരു സിലബിളിൽ കാണും. ഒരു വാക്കുകളിൽ ചിലപ്പോൾ ഒരു സിലബിളുള്ള വാക്കായിരിക്കാം, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അല്ലെങ്കിൽ പല സിലബിൾസ് കാണും, 2 സിലബിൾ കാണും, ഒറ്റ സിലബിൾ മാത്രമുള്ള മോണോസിലബിക് ആയിരിക്കും, അല്ലെങ്കിൽ പല സിലബിൾസ് ഉള്ള പോളിസിലബിക് ആയിരിക്കും. അങ്ങനെയുള്ള അതാണ് സിലബിൾ എന്ന് പറയുന്നത്. വിശദമായി ദി ഡീറ്റെയിൽഡ് ക്ലാസ് ഫോളോസ്. നിങ്ങൾ ബോധർ ചെയ്യേണ്ട, വിശദമായി പഠിക്കാനുള്ള നമ്മുടെ അടുത്ത യൂണിറ്റിൽ നമ്മൾ ഫോണറ്റിക്സിൽ ഇത് വിശദമായി പഠിക്കും, ഏത് സിലബിൾസ് എന്താണെന്ന്. എന്നാലും സിലബിൾ എന്ന് പറഞ്ഞാൽ സിലബിൾ ഇസ് എ യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ വിച്ച് ഈസ് അട്ടേഡ് വിത്ത് 1 ചെസ്റ്റ് പൾസ്.
A syllable should necessarily have a vowel sound or may not have a consonant sounds. തീർച്ചയായിട്ടും ഒരു വവൽ സൗണ്ട് ഉണ്ടായിരിക്കണം. കൺസണൻറ്റ് സൗണ്ട്സ് വ്യഞ്ജന ശബ്ദങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വവൽ സൗണ്ട് തീർച്ചയായിട്ടും കാണണം. അത് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും ശരി, പിന്നെ നമ്മുടെ ഈ വെർബൽ കമ്മ്യൂണിക്കേഷനെ തീരുമാനിക്കുന്നത് നമ്മൾ പറയുകയാണല്ലോ, അത് നമ്മുടെ ഓറലാണല്ലോ, അത് നമ്മുടെ സ്പീച്ചാണല്ലോ. അതിൽ ദി സ്ട്രെസ്, ദി ടോൺ, ആ ശബ്ദത്തിൻ്റെ ടോൺ, പിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം സംഗീതത്തിലേക്കുള്ളതാണ് പിച്ച്. വാട്ട് ഈസ് പിച്ച് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് അവർ വോക്കൽ കോഡ് വൈബ്രേറ്റ്സ്. നമ്മുടെ ഈ വോക്കൽ കോഡ് ഉണ്ടല്ലോ, വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്ന റേറ്റ്, ഓർ വി ക്യാൻ സേ ദി ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ്റെ ആവർത്തനം, വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി അല്ലെന്നുണ്ടെങ്കിൽ ദ റേറ്റ് അറ്റ് വിച്ച് അവർ വോക്കൽ കോഡ് വൈബ്രേറ്റ്സ് ഈസ് കോൾഡ് പിച്ച്. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പം ഞാൻ വെറുതെ പറയുന്നതേ ഉള്ളൂ, പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പിച്ച് ആൻഡ് ക്വാളിറ്റി ഓഫ് വേർഡ്സ് പ്ലേ എ വൈറ്റൽ റോൾ എസ്പെഷ്യലി ഇൻ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് ഇൻട്ര എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ മനസ്സിൽ പറയുന്ന, അയാളുടെ മനസ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more people, അതാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വളരെ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന 3 ഘടകങ്ങളാണ് ദി സ്ട്രെസ്, ടോൺ ആൻഡ് ക്വാളിറ്റി ഓഫ് വേർഡ്സ്. നമ്മുടെ സ്ഫുടത, അക്ഷരസ്ഫുടത, നമ്മൾ വാക്കുകളിൽ കൊടുക്കുന്ന ആ സ്ട്രെസ്സ്, കൊടുക്കേണ്ട ആ ഭാഗത്തിന്, ആ സിലബിളിന് കൊടുക്കുന്ന സ്ട്രെസ്സ്, പിന്നെ നമ്മുടെ ആ വോക്കൽ കോഡിൻ്റെ ആ ശക്തി, പിച്ച്, ഇതെല്ലാം ഈ വെർബൽ കമ്മ്യൂണിക്കേഷനെ എന്ത് ചെയ്യുന്നു, നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്നു. ദറ്റ് ഈസ് വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. എൻ്റെ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ നല്ലതാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ പവർ ഓഫ് ഇറ്റ്സ് ഓൺ. അതിൻ്റേതായ ഒരു പവറില്ല, ഒരു പിച്ചില്ല. ഇപ്പം മമ്മൂട്ടിയുടെയൊക്കെ വോയിസ് ടോണുണ്ട്, പിച്ചുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. അതിൽ പല ആളുകളുടെയും. അപ്പോൾ ഇതെല്ലാം പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന സുപ്രധാനമായ കാര്യങ്ങളാണ്. സോ വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? Verbal communication is the type of communication, it is the mode of communication where information is exchanged through verbal medium of words, like words, speeches, etc. The stress, the tone and the quality of the words play a vital means very important, vital role, especially in interpersonal communication. That is what is verbal communication. Verbal communication is the type of communication where information is exchanged through verbal medium like words, speeches, etc. The stress, tone and quality of words play a very important or vital role, especially in interpersonal communication. ഇപ്പോൾ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചു, വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദി സെക്കൻഡ് ടൈപ്പ് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതെന്താണെന്നൊന്ന് ഏകദേശം ഞാൻ പറഞ്ഞതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, വിത്തൗട്ട് യൂസിങ് വേർഡ്സ്, വിത്തൗട്ട് യൂസിങ് സ്പീച്ച്. നമ്മുടെ ഈ സംഭാഷണം, നമ്മുടെ ഓറൽ വേ, നമ്മുടെ ഈ വാമൊഴി അല്ലാത്ത, വരമൊഴിയുമല്ലാത്ത, എഴുത്തല്ലാത്ത, വാക്കുകൾ ഉപയോഗിച്ചുള്ളതല്ലാത്ത, വാക്കുകൾ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നതും വാക്കുകളാണ്, എഴുതുന്നതും വാക്കുകളാണ്. അതല്ല, അങ്ങനെ ലാംഗ്വേജ് ഉപയോഗിക്കാത്ത, വാക്കുകൾ വരുന്ന ലാംഗ്വേജസ് ഉപയോഗിക്കാത്ത കമ്മ്യൂണിക്കേഷനാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ തന്നെ വെർബൽ അല്ലാത്തത്, വാക്കുകൾ ഉപയോഗിച്ചോ സ്പീച്ച് ഉപയോഗിച്ചോ അല്ലാത്തത്. വാട്ട് ഈസ് ഇറ്റ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ occurs. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ പീപ്പിൾ എക്സ്ചേഞ്ച് അർജൻറ്റ് ഇൻഫർമേഷൻ. വെൻ പീപ്പിൾ എക്സ്ചേഞ്ച് അർജൻറ്റ് ഇൻഫർമേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ്.
വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഞാനിപ്പം ബോധക്ഷയം ഉണ്ടായി ഇവിടെ വീണു, വെള്ളം വേണം, അത്യാവശ്യമായിട്ട് വെള്ളം വേണമെന്ന് കാണിക്കുന്നു, അത് സംസാരിക്കാൻ നാവ് ശക്തിയില്ല, നാവ് കുഴയുന്നു. അപ്പം വളരെ പെട്ടെന്ന് ഏർജൻ്റായിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാത്ത, ലാംഗ്വേജ് ഉപയോഗിക്കാത്ത കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഡു യു റിയലി ഫോളോ മീ? അത് മനസ്സിലായല്ലോ. വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? Non-verbal communication occurs or happens when people exchange urgent information without using words, without the usage of words. വാക്കുകൾ ഉപയോഗിക്കാതെ വളരെ പെട്ടെന്നുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിനെന്തൊക്കെയാണ് മാർഗം? ഇറ്റ് ക്യാൻ ബി ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്തെ എക്സ്പ്രഷൻസ് ഉണ്ടാകാം. നമുക്കറിയാം, മുഖവും കണ്ണും ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ പ്ലഷർ, നമ്മുടെ സന്തോഷം, നമ്മുടെ ദുഃഖം, നമ്മുടെ നിരാശത, ഇതെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്പ്ലഷർ, ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ഫേസ് കൊണ്ട് കഴിയുക. ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ ഈസ് എ ഗുഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികളുടെ മുഖത്തുണ്ടാകുന്നൊരു വല്ലാത്തൊരു ഭാവം ഇല്ലേ, ആട്ടുംകുട്ടികൾ ഇലയുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഭാവം, അത് കാണുമ്പോഴേ അധ്യാപകനെ മനസ്സ് മടുക്കും പഠിപ്പിക്കാനുള്ളൂ. അതൊരു ഡിസ്പ്ലഷറാണ് കാണിക്കുന്നത്. എല്ലാ കുട്ടികളും അല്ല, സം സ്റ്റുഡൻസ് വിൽ ഷോ ദാറ്റ് ഡിസ്പ്ലഷർ വിച്ച് മാർക്സ് ദി ടോട്ടൽ ക്വാളിറ്റി ഓഫ് ദി ക്ലാസ്. ഐ ടോട്ടലി ഡിസ്ലൈക്ക് സച്ച് ആറ്റിറ്റ്യൂഡ് എമംഗ് ദി സ്റ്റുഡൻസ്. പഠിക്കുക എന്ന് പറയുമ്പോൾ വ്യക്തമായി നന്നായി പഠിക്കണം. അപ്പം അത് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇപ്പോൾ എനിക്ക് ഒരു മൂഡ് ഔട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ത്രൂ മൈ ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻഡെക്സ് ഓഫ് ദി മൈൻഡ്, ഓർ ഫേസ് ഈസ് ദി മിറർ ഓഫ് ദി മൈൻഡ്, അല്ലേ? മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് നമുക്കറിയാം. സോ ദി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻ. ഫേഷ്യൽ എക്സ്പ്രഷൻ മീൻസ് എക്സ്പ്രഷൻ ത്രൂ ദി ഫേസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ. ജെസ്റ്റേഴ്സ്, ആംഗ്യങ്ങളിലൂടെ. നല്ലൊരു മെത്തേഡാണല്ലോ ആംഗ്യങ്ങളുടെ, നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നോബഡി വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, നോബഡി വിൽ നോട്ടീസ് ഇറ്റ്, ആരും കാണത്തില്ല. പല രഹസ്യങ്ങളും നമുക്ക് ആംഗ്യങ്ങളിലൂടെ കാണിക്കാൻ പറ്റും. ആൻഡ് ബോഡി പോസ്റ്റേഴ്സ്, നമ്മുടെ ശരീരത്തിൻ്റെ നില, ശരീരത്തിൻ്റെ ആ മൊത്തത്തിലുള്ള പോസ്ചർ. ദി ബോഡി പോസ്ചർ ഈസ് ഓൾസോ എ ഗുഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. So these are the non-verbal communications. Non-verbal communications can be made, it can be produced through facial expression, gestures, body postures that are often voluntarily done. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, ഇത് നമ്മൾ അറിയാതെ തന്നെ വരുന്നതാണ്. വളരെ പെട്ടെന്ന് എമർജൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ആംഗ്യരൂപത്തിൽ ഇൻഫോം ചെയ്യുന്നതാണ്. മുഖത്ത് ആ ഡിസ്പ്ലഷർ വരുന്നതാണ്. അതല്ലെങ്കിൽ ബോഡി പോസ്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ അപ്പിയറൻസ് അതുപോലെ ആയി മാറുന്നതാണ്. അതാണ് ഈ ബോഡി പോസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഇൻവോളണ്ടറിലി, വിത്തൗട്ട് അവർ നോയിങ്, or without our knowledge it happens. So this is important, this type of communication. Which type of communication? This type of non-verbal communication is very important, very important or crucial in interpersonal relationships or communications. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച 2 വ്യക്തികൾ സംസാരിക്കുന്നു, നമ്മൾ കാലിട്ടിങ്ങനെ ആട്ടുന്നു, ഡിസ്പ്ലഷറാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പേന കൊണ്ടെന്തെങ്കിലും കുത്തിക്കുറിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു വിത്തൗട്ട് ലിസണിങ് ടു വാട്ട് ഹി സസ്, മറ്റെന്ത് പറയുന്നത് ശ്രദ്ധിക്കാത്തത്. അപ്പോൾ ഇത് ഈ ബോഡി പോസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷനും നമ്മുടെ ജെസ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ബോഡി പോസ്റ്റേഴ്സും ജെസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷനും കാണുമ്പോൾ അറിയാം വെദർ ഹീ ഈസ് അറ്റൻഡിങ് ടു അസ് ഓർ നോട്ട്. നമ്മളെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ interpersonal, not interpersonal relationships or communications, and plays a significant role in formal situations as well.
The non-verbal communication plays a significant role in ഫോർമൽ സിറ്റുവേഷൻസ് ആസ് വെൽ. ഔപചാരികമായ സിറ്റുവേഷൻസിൽ നമ്മുടെ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം ഈ കള്ളന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസുകാർക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ അറിയാം കള്ളനാണോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുറ്റവാളിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ ജസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും കാണുമ്പോഴേ മനസ്സിലാക്കും. ഈ ഫോർമൽ ഔപചാരികമായ സിറ്റുവേഷൻസിനും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണിത്. നമുക്കൊന്നും അങ്ങനെ അഭിനയിച്ചൊന്നും ഒളിച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അപ്പിയർ ഓൺ അവർ ഫേസ്, ഇറ്റ് വിൽ അപ്പിയർ ത്രൂ ദി ഫേഷ്യൽ എക്സ്പ്രഷൻ. അതുകൊണ്ട് തന്നെ ദീസ് ബോഡിലി എക്സ്പ്രഷൻസ്, ബോഡിലി പോസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഫോർമൽ സിറ്റുവേഷൻസ് ആസ് വെൽ. ഫോർമൽ സിറ്റുവേഷൻസിലും ഔപചാരികമായ സിറ്റുവേഷൻസിലും വളരെ പ്രധാനപ്പെട്ടതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ദർ ഈസ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്കറിയാമല്ലോ, റേഡിയോയിലൂടെ, ടി വിയിലൂടെ, പത്രങ്ങളിലൂടെ, ബുക്സിലൂടെ നൽകുന്ന കമ്മ്യൂണിക്കേഷൻ. അത് ഒരു വ്യക്തിയോട്, നമ്മളിപ്പോൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അനവധി നിരവധി അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളോടാണ് വിനിമയം ചെയ്യുന്നത്. ഒരു ടി വിയിലൊരു സംവാദം അല്ലെങ്കിൽ ഒരു ചർച്ച, അല്ലെങ്കിൽ ടി വിയിലെ വാർത്ത, ലേഖൻ നൽകുന്ന വാർത്ത. സോ ഇറ്റ് അപ്പീൽസ് ടു ദി മാസസ്, ജനസമൂഹത്തെ ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടി വിയെയും റേഡിയോയെയും ന്യൂസ് പേപ്പറിനെയും മാസ് മീഡിയ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിയോ 2 വ്യക്തിയോ 10 വ്യക്തികളെയൊന്നുമല്ല ഇത് ആകർഷിക്കുന്നത്. ഇറ്റ് അപ്പീൽസ് ടു ദി മാസസ്. ദാറ്റ് ഈസ് ഹൗ ദേ കെയിം ടു ബി നോൺ ആസ് മാസ് മീഡിയ. അതുകൊണ്ടാണ് അവയെ മാസ് മീഡിയ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് മാസ് മീഡിയ. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഈസ് a form of communication which aims at giving information to the masses. Mass media is a form of, a type of, or a mode of, or a method of communication which aims at. What is the aim of mass media communication? മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു വകയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് ലക്ഷ്യം വയ്ക്കുന്നത്, ഉന്നം വയ്ക്കുന്നത് എന്താണ്? ഗിവിങ് ഇൻഫർമേഷൻ ടു ദി മാസസ്. ഒരു വലിയ സമൂഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കുക, നൽകുക. അതാണ് മാസ് മീഡിയ ഉന്നം വയ്ക്കുന്നത്. ദറ്റ് ഈസ് വാട്ട് മാസ് മീഡിയ എയിംസ് അറ്റ്. Please understand. What is mass media communication? Mass media communication is a form of communication which aims at giving information to the masses. Mass media channels are used for the purpose. അപ്പോൾ ഇങ്ങനെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് മാസ് മീഡിയ ചാനൽസായ ടി വി, റേഡിയോ, വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, ബുക്സ്, ഇങ്ങനെയുള്ള ചാനൽസാണ്. ഇപ്പറഞ്ഞ ചാനൽസാണ് ഏതൊക്കെ? ടി വി, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, സോഷ്യൽ മീഡിയ, ഇലക്ട്രോണിക് മാർഗങ്ങൾ. സോ ദീസ് ആർ ദി ചാനൽസ് യൂസ്ഡ് ഫോർ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ചാനൽസ് ഇതെല്ലാം. സോ ദിസ് ഈസ് എബൌട്ട് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ 3 തരമായാലും ഏതാണ്? വാക്കുകൾ അല്ലെങ്കിൽ സ്പീച്ച് ഉപയോഗിച്ചുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ജെസ്റ്റേഴ്സ്, ബോഡി പോസ്റ്റേഴ്സ് ഉപയോഗിച്ചുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതിൽ? ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജനസമൂഹത്തെ മുഴുക്കെ അപ്പീൽ ചെയ്യുന്ന മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. Then now we are going to effective communication. And the things which disturb, the things which mar, the things which destroy effective communication. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് നോക്കാം. വിച്ച് ആർ ദ തിങ്സ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Effective communication is the communication. Effective communication is the communication in which information sent by the sender, reaches the receiver without any disturbance.
Effective communication is the communication in which the information sent by the sender reaches the receiver without any block, any disturbance. That is what is effective communication. Please try to understand. Effective communication is the communication in which the information sent by the sender reaches the receiver without any disturbance. Effective communication is the communication in which the information sent by the sender reaches the receiver without any disturbance. That is what is effective communication. Is the communication in which the information sent by the sender reaches the receiver without any hindrance or interference or disturbance. There should also be a response to the message. There should also be a response to the message in the form of feedback. പിന്നെ എന്ത് വേണം? ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആകണമെങ്കിൽ ഫീഡ്ബാക്ക് അയച്ചു കൊടുക്കണം സെൻറ്ററിന് ഫീഡ്ബാക്ക് അയച്ചെങ്കിൽ മാത്രമേ ടു-വേ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺലി വൺ-വേ കമ്മ്യൂണിക്കേഷൻ. Otherwise, it will be one-sided communication. If you want the communication to be two-way, the receiver must send a feedback to the sender. അയച്ചയാളിന് റിസീവർ എന്ത് ചെയ്യണം? ഒരു ഫീഡ്ബാക്ക്, റെസ്പോൺസ് നൽകണം, റെസ്പോൺസ് അയച്ചു കൊടുക്കണം. Then only the communication will become a two-way affair. In that case, only the communication will become a two-way affair. Two-way affair ആയി മാറുകയുള്ളൂ. There should be a response to the message in the form of a feedback. The 8 major components of effective communication are, tell me, which are the 8 major forms of good communication? The 8 major components of effective communication are the 8 major factors or elements or components of good communication are, പറഞ്ഞാണല്ലോ, SSC, RDM, FC. SSC, RDM, FC അറിയാമല്ലോ നിങ്ങൾക്കത്. വളരെ പ്രധാനപ്പെട്ടതാണ്. SSC സോഴ്സ്, സെൻഡർ, ചാനൽ. RDM റിസീവർ, ഡെസ്റ്റിനേഷൻ, മെസ്സേജ്. അവസാനത്തെ FC എന്ന് പറയുന്ന ഫീഡ്ബാക്കും കോണ്ടെക്സ്റ്റും. ഇതാണല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. I just reminded you of the things. അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. I made you remember these things. So now we are going to study the barriers, the blocks or the hindrances to effective communication. Which are the barriers to effective communication? Number 1 is noise of any kind is a barrier to effective communication. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നോയ്സ് എന്ന് പറഞ്ഞാൽ അത് ആ ലിറ്ററൽ മീനിങ് മാത്രമല്ല, എനിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് നോയ്സ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന നോയ്സ് മാത്രമാണ്, ശബ്ദം മാത്രമാണ്. ശബ്ദകോലാഹലം. നോയ്സ് ഈസ് സംതിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് വിച്ച് ഹിൻഡേഴ്സ്, എനിത്തിങ് വിച്ച് ഡിസ്റ്റർബ്സ് ദി ഹോൾ പ്രോസസ് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് നോയ്സ് എന്നല്ലേ പഠിച്ചത്. ഇവിടെ നോയ്സിൻ്റെ ലിറ്ററൽ മീനിങ് എടുത്താൽ മതി. നോയ്സ്, എനി ടൈപ്പ് ഓഫ് നോയ്സ്, എനി കൈൻഡ് ഓഫ് നോയ്സ് ഈസ് എ ഡിസ്റ്റർബൻസ് ടു കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മളിപ്പം ക്ലാസ് യഥാർത്ഥ രീതിയിൽ ക്ലാസ്സിലെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കുട്ടികളുടെ നോയ്സ്, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ദേവാലയത്തിലെ ശബ്ദം, അല്ലെങ്കിൽ മൈക്രോഫോണിലൂടെയുള്ള ശബ്ദം. ഈ നോയ്സ് അല്ല, എനി കൈൻഡ് ഓഫ് നോയ്സ് ഇസ് എ ഡിസ്റ്റർബൻസ്. അല്ലെങ്കിൽ മരം മുറിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അതെല്ലാം ഡിസ്റ്റർബൻസ് ആണല്ലോ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തേത് നോയ്സ്. നമ്പർ 2 അൺഓർഗനൈസ്ഡ് തോട്ട്സ്. നമ്മൾ വെറുതെ ഈ വായി തോന്നിയതങ്ങ് പറയുക, വായി തോന്നിയത് കോതയ്ക്ക് വാട്ടെന്ന് പറയുന്ന പോലെ മനസ്സിൽ വരുന്നത് കാര്യങ്ങൾ ഒരു കോൺഗ്രുവൻസി ഇല്ലാതെ, ഒരു യൂണിറ്റി ഇല്ലാതെ, ഒരു ഹാർമോണിയസ് ബ്ലെൻഡിങ് ഇല്ലാതെ
ഒരു സമഞ്ജസമായ ഒരു പൊരുത്തമില്ലാതെ അങ്ങ് പറഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷൻ ആകില്ല. ഇറ്റ് വിൽ നെവർ ബി ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അതൊരിക്കലും നല്ല കമ്മ്യൂണിക്കേഷൻ ആകില്ല. സോ അൺഓർഗനൈസ്ഡ് തോട്ട്സ് ആർ എ ഹിൻഡ്രൻസ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആദ്യം പറഞ്ഞു നോയ്സ് ആണെങ്കിൽ സെക്കൻഡ് വൺ ഈസ് അൺഓർഗനൈസ്ഡ് തോട്ട്സ്. അൺഓർഗനൈസ്ഡ് തോട്ട്സ്, ഓർഗനൈസ് ചെയ്യപ്പെടാത്ത ചിന്തകൾ, അത് നല്ല ആശയം പ്രദാനം ചെയ്യുന്നില്ല, നല്ല കമ്മ്യൂണിക്കേഷൻ നൽകുന്നില്ല. അൺഓർഗനൈസ്ഡ് തോട്ട്സ്. അപ്പോൾ എന്തായി? NIUI. ഇനി ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ എക്സ്പ്രഷൻ. നമ്മളിപ്പോൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും there should be a clarity in our expression. In our expression, in our communication, there must be a clarity. ഒരു വ്യക്തത വേണം. അല്ലാതെ ഹെസിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ, അടച്ചടച്ച് പറഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിൽ പതിയില്ല. സോ ദി തേർഡ് ഹിൻഡ്രൻസ് ഈസ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ എക്സ്പ്രഷൻ. ലാക്ക് മീൻസ് want, above. Lack of clarity. Clarity means clearness. Lack of clarity in expression is a third thing that hinders or prevents or blocks effective communication. Effective communication prevent ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം lack of clarity in expression. NIUI. Then the fourth one is ഇഗ്നോറിങ് ദി റിസീവർ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, റിസീവറിനെ നമ്മൾ അവഗണിക്കുന്നു. റിസീവർ ഉണ്ടോ, കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാൻ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വി ആർ സിംപ്ലി അവോയ്ഡിങ് ഓർ ഇഗ്നോറിങ് ദി റിസീവർ. റിസീവറിനെ മനസ്സിൽ കണ്ടു വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇത് പറയുന്നത്, ഞാനീ പറയുന്നത് എന്ന് പറയുന്നത് ക്യാമറയുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും ഐ ഏണസ്റ്റ്ലി ബിലീവ് ദാറ്റ് മൈ ഡിയർ ചിൽഡ്രൻ ആർ ഇൻ ഫ്രണ്ട് ഓഫ് മീ ടു ലിസൺ ടു മീ വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ. അതല്ലെന്നുണ്ടെങ്കിൽ റിസീവർ ഇല്ല എന്നുള്ള തോന്നലാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം വെരി മച്ച് ബോറിങ് ആൻഡ് ഇറ്റ് വിൽ നെവർ ബിക്കം എഫക്റ്റീവ്. ഒരിക്കലും എഫക്റ്റീവ് ആവത്തില്ല. സോ ഫോർത്ത് വൺ ഈസ് ഇഗ്നോറിങ് ദി റിസീവർ. അപ്പോൾ NIUI LII ഇഗ്നോറിങ് ദി റിസീവർ. റിസീവറിനെ അവഗണിക്കുക. റിസീവറിനെ അവഗണിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിൽ നെവർ ബി എഫക്റ്റീവ്. Then fifth one is cultural differences. Cultural differences between communicator and the receiver. റിസീവറിൻ്റെ ചിന്തകളും റിസീവറിൻ്റെ ആ ഒരു ബിലീഫ്സും അയാളുടെ ആചാരമര്യാദകളും കസ്റ്റംസും ഈ സെൻറ്ററുമായി വ്യത്യാസപ്പെട്ടിരുന്നാലും നമ്മളിപ്പോൾ എൻ്റെ ആശയങ്ങളോ എൻ്റെ ആ ചിന്തകളോ എൻ്റെ ഒരു കസ്റ്റംസോ ബിലീഫ്സോ അല്ല കേൾക്കുന്ന ആളിനുള്ളത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആളിനുള്ളതെന്നുണ്ടെങ്കിൽ there will be incongruency. അവിടെ ഒരു പൊരുത്തക്കേട് കാണും. തീർച്ചയായിട്ടും ഒരു പൊരുത്തക്കേടുണ്ടാകും. കൾച്ചറൽ യൂണിറ്റി വിൽ ബി there for effective communication. So the cultural difference is something which blocks or prevents effective communication. Cultural differences നല്ല കമ്മ്യൂണിക്കേഷനെ തകർക്കുന്ന, നശിപ്പിക്കുന്ന അഞ്ചാമത്തെ കാര്യമാണ് ഈ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ. ചിന്തകളിലും പെരുമാറ്റ രീതികളിലും നമ്മുടെ കസ്റ്റംസ് ആചാര മര്യാദകളിലും സെൻറ്ററിനും റിസീവറിനും വ്യത്യാസമുണ്ടെങ്കിൽ ദി കമ്മ്യൂണിക്കേഷൻ വിൽ നെവർ ബിക്കം എഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എഫക്റ്റീവായി മാറില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് കൾച്ചറൽ ഡിഫറൻസസ്. അപ്പോൾ സിയുമായി NIUI LI, പിന്നെ ഇഗ്നോറിങ് ദി റിസീവർ II, പിന്നെ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സിയുമായി. ഇനി ആറാമത്തെ കാര്യം ലോ പിച്ച് ആൻഡ് ടോൺ. ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ ഒന്ന് ഉയർത്തേണ്ടി വരും. അല്ലാതെ ഇങ്ങനെ നമ്മൾ വളരെ മൃദുവായി സംസാരിച്ചാൽ ഇറ്റ് വിൽ നെവർ ബി എഫക്റ്റീവ്. ഇടയ്ക്ക് ചിലപ്പോൾ സൗണ്ട് കുറയ്ക്കേണ്ടി വരും, പെട്ടെന്ന് സൗണ്ട് കൂട്ടേണ്ടി വരും. അല്ലാതെ ലോ പിച്ചാകും. നമ്മുടെ വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ വളരെ ലോ ആകുന്നു. അതാണല്ലോ പിച്ച്. ടോൺ, നമ്മുടെ സ്വരത്തിൻ്റെ ഫോഴ്സ് അത് കുറഞ്ഞു പോകുന്നു. അതും ഏതിനെ ബാധിക്കുന്നു? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഘടകമാണ്. ലോ പിച്ച് ആൻഡ് ടോൺ ആർ സംതിങ് വിച്ച് മാൾസ് ഓർ ഡിസ്ട്രോയ്സ് ഓർ പ്രിവെൻസ് ഓർ ബ്ലോക്സ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ തടയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ലോ പിച്ച് ആൻഡ് ടോൺ. വീണ്ടും വന്നു, എല്ല് വന്നു, മൂന്നാമതൊരു എല്ല് വന്നു, ഇപ്പം വന്നിരിക്കുന്നു പിന്നെ ആറാമതൊരു എല്ല്. ലാസ്റ്റ് വൺ
last factor or last element which destroys good communication is avoiding feedback. ഫീഡ്ബാക്ക് അവോയ്ഡ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് ഇല്ല, പറയുന്ന ഫീഡ്ബാക്ക് ഇല്ല. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഫീഡ്ബാക്കിന് വേണ്ടി ഞാൻ 3-4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകാൻ, അല്ലാതെ ഞാൻ മാത്രം വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയാൽ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് അറ്റ് ഓൾ. ഒരു പ്രയോജനമില്ല. യു ഹാവ് ടു സെൻഡ് മീ ദി ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് അയക്കാൻ ഒരു ടൈം ലിമിറ്റ് ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. അതർവൈസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ വേഷം കെട്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്തോ പറയുന്നു എന്നല്ലാതെ ഇറ്റ് വിൽ നെവർ ബിക്കം എഫക്റ്റീവ്. സോ ഫീഡ്ബാക്ക് മസ്റ്റ് ബി ഗിവൺ ബൈ യു. അത് നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കുകളെ ബാധിക്കും. അത് ടൈപ്പ് നിങ്ങൾക്കറിയാമല്ലോ, അസൈൻമെൻറ്റ് പോലെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് തരുന്നത്. അതിൻ്റെ സമയത്തിന് പ്രാധാന്യമുണ്ട്, വൃത്തിക്ക് പ്രാധാന്യമുണ്ട്. നോട്ട് ബുക്കിലായിരിക്കണം എഴുതേണ്ടത്. നോട്ട് ബുക്കിൽ ചോദ്യങ്ങളും എഴുതണം, ക്വസ്റ്റ്യൻസും എഴുതണം. നോട്ട് ബുക്കിൽ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും എഴുതണം. നമ്മൾ പഠിച്ചു പോകുന്നതോടൊപ്പം നിങ്ങളുടെ നോട്ട് ബുക്ക് നിറയും വേണം. ഇവിടെ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ചോദിക്കുന്നത്. സോ ഐ എം ഓൺലി ആസ്കിങ് ദി തിങ്സ് ദാറ്റ് ഐ എം ടീച്ചിങ് യു. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അവോയ്ഡിങ് ഫീഡ്ബാക്ക് അങ്ങ് ഒഴിവാക്കുക. റിസീവർ ഫീഡ്ബാക്കിൽ പറയുന്നില്ല, ഫീഡ്ബാക്ക് നൽകുന്നില്ല. ദെൻ കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം ഇൻഎഫക്റ്റീവ്. ദി കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം ഇൻഎഫക്റ്റീവ്. ഫലപ്രദമല്ലാതെ വരും കമ്മ്യൂണിക്കേഷൻ. സോ ദീസ് ആർ ദി ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ലിസൺ ടു മീ. വിച്ച് ആർ ദി ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഏതൊക്കെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, തടയിടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നോയിസ്, അൺഓർഗനൈസ്ഡ് തോട്ട്സ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ എക്സ്പ്രഷൻ, ഇഗ്നോറിങ് ദ റിസീവർ, കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദി റിസീവർ, low pitch and low tone, and lastly 7th one, avoiding feedback. By NULICLA, നോളിക്ല എന്ന് ഓർത്തിരുന്നാൽ ഇത് എഴുതിക്കൂടെ? NULI, നുള്ളിക്കളയല്ല, നോളിക്ല, അല്ലെങ്കിൽ നുള്ളിക്കള എന്ന് ഓർത്തിരുന്നാലും മതി. നോളിക്ല നോയിസായി, അൺഓർഗനൈസ്ഡ് തോട്ടായി, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ എക്സ്പ്രഷനായി, ഇഗ്നോറിങ് ദ റിസീവറായി, കൾച്ചറൽ ഡിഫറൻസസ്, ലോ പിച്ച് ആൻഡ് ടോണായി, അവോയ്ഡിങ് ഫീഡ്ബാക്ക്. ഏതാണ്? നുള്ളിക്കള അല്ലേ? നോളിക്ല മറക്കല്ലേ. ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. നോളിക്ല ഷുഡ് ബി ഇൻ യുവർ മൈൻഡ് ആസ് എ പെർമനൻറ്റ് ഫോർമുല or a memorable formula. നോളിക്ല. Okay. Then lastly, how can we improve our communication? What are the ways by which we can improve our communication? നമ്മൾ ജനിച്ചു വീഴുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെയാണ്. പിന്നെ നമ്മൾ നോക്കിയാൽ ചില കുട്ടികൾക്ക് കുട്ടിക്കാലത്തെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുള്ളത്. അല്ലെ, നമ്മൾ കുട്ടിപ്പട്ടാളം പോലുള്ള കുട്ടികളുടെ പ്രോഗ്രാമിൽ കാണുന്നല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ അവർ അടിച്ചു വിടുന്നത്. ഭയങ്കര കമ്മ്യൂണിക്കേറ്റിംഗ് പവറുള്ളവരാണ് ആ കുട്ടികളെന്ന് പറയുന്നത്. അതുപോലെ എല്ലാവർക്കും ഇല്ല. നമ്മളിപ്പം ഞാനൊക്കെ ബേസിക്കലി റിസർവ്ഡാണ്, അധികം സംസാരിക്കാത്ത ആളുടെ കൂട്ടത്തിലാണ്. പക്ഷേ ക്ലാസ്സിൽ അങ്ങനെ ഒന്നും പറയാതിരുന്നാൽ കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം ഇൻഎഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവായിട്ട് മാറും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, വാട്ട് ആർ ദി വേയ്സ് ഓർ മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ ഇമ്പ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, നമ്പർ 1, എ ഗുഡ് ലിസണർ can be a good communicator. A good listener can be a good communicator. You can improve your communication by listening attentively. ഒരു നല്ല ശ്രോതാവിന് മാത്രമേ നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ കഴിയത്തുള്ളൂ. എന്താ കാര്യം? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നല്ലേ, there should be a content in our mind. കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് വേണമെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ മറ്റ് കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അധ്യാപകരെ കുറിച്ച് പറയുന്നുണ്ട്, ഉള്ളി എ ലേണിംഗ് സ്റ്റുഡൻറ്റ് ക്യാൻ ബി എ ഗുഡ് ടീച്ചർ. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് ഒരു നല്ല അധ്യാപകനാകാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. റിമെമ്പർ ദിസ്, എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. Only by listening attentively to things
വി ക്യാൻ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നിങ്ങളൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ പത്രങ്ങൾ വായിക്കണം, പത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും വായിക്കണം, ടി വി കാണണം, വെറുതെ സീരിയൽ കാണുകയല്ല, സിനിമ കാണുകയല്ല, ന്യൂസ് കാണണം, ഇംഗ്ലീഷ് ന്യൂസ് കാണണം, ബുക്സ് വായിക്കണം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലിസണിങ് പ്രോസസ്സിലൂടെ മാത്രമേ ഇതിനിടെ ഇരിക്കുന്ന മൊബൈലിലൂടെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണെങ്കിൽ യൂട്യൂബിൽ അഫെയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ കേട്ട് പഠിക്കാം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സോ നമ്പർ 1, എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. റിമെമ്പർ ദിസ്, എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഒൺലി ബൈ ലിസണിങ് അറ്റൻറ്റീവ് ടു തിങ്സ് യു ക്യാൻ ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ സാധിക്കുകയുള്ളൂ. Second principle to become good communicator is clarity in thought, content and expression. We must have clearness in thought, content and expression. We should have clarity in thought, content and expression. That means the information or ideas to be communicated should be clear. The information or ideas to be communicated should be clear and well organized. There should be clarity in thoughts, content and expression. That means the information or ideas to be communicated should be clear and well organized. Number 3, the target audience decides the content of any communication. നമ്മൾ ഓഡിയൻസിനെ നോക്കിയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അവരെ ഏത് രീതിയിലുള്ളതാണ്, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, ഇൻ്റലക്ച്വലാണോ അതോ സമൂഹത്തിലെ സാധാരണക്കാരാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ മാത്രമേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. ക്ലാരിറ്റി ഇൻ കണ്ടൻറ്റ്, സബ്ജക്റ്റ് ആൻഡ് ക്ലാരിറ്റി ഇൻ എക്സ്പ്രഷൻ. ഈ 3 കാര്യങ്ങളിൽ വ്യക്തത വേണം. നമ്മുടെ ചിന്തയിലും തെളിഞ്ഞ ചിന്തയായിരിക്കണം, വ്യക്തമായ ചിന്തയായിരിക്കണം, വ്യക്തമായ ഒരു സബ്ജക്റ്റ് നമുക്കുണ്ടാകണം. ആൻഡ് ഓൾസോ വി ഷുഡ് ഹാവ് എ ക്ലിയർ എക്സ്പ്രഷൻ. നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ആശയപ്രകാശനം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. ദാറ്റ് മീൻസ് ദി ഇൻഫർമേഷൻ ഓർ ഐഡിയാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഷുഡ് ബി ക്ലിയർ ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. Then third one is target audience decides the content of any communication. The target audience or the audience in front of us. The target audience decides the content of any communication. ഏത് കമ്മ്യൂണിക്കേഷൻ്റെ കണ്ടൻറ്റും തീരുമാനിക്കുന്നത് ടാർഗറ്റ് ഓഡിയൻസാണ്, മുമ്പിലുള്ള ഓഡിയൻസാണ്. അവരെ നോക്കിയാണ് ഏത് രീതിയിൽ, വളരെ ബൗദ്ധികമായ രീതിയിൽ വേണോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കോമൺ ലാംഗ്വേജിൽ വേണമോ, കോമൺ കണ്ടൻറ്റ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓഡിയൻസിനെ നോക്കിയിട്ടാണ്. ദാറ്റ് മീൻസ് ദി കണ്ടൻറ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ഈസ് ടു ബി ഡിസൈഡഡ് ബൈ ദി ഓഡിയൻസ്. The content of the communication is to be decided by the audience. You should keep in mind that the target audience decides the content of the communication. You should keep in your mind the fact that the target audience decides the content of any communication. That is, the target audience decides the content of any communication. ഓഡിയൻസാണ് തീരുമാനിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ വിഷയം. കേൾവിക്കാർക്കാണ് വേണ്ടത്, അല്ല നമ്മളങ്ങ് തീരുമാനിക്കല്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ ആൾ കാണത്തില്ല. ആ ഓഡിയൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് കണ്ടൻറ്റ് വേണം, എങ്ങനെ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. ആൻഡ് ഫോർത്ത് വൺ, ദാറ്റ് ഈസ് സംതിങ് ടെക്നിക്കൽ ഓർ ഫിസിയോളജിക്കൽ, ശാരീരികമായ കാര്യങ്ങളാണ് കൂടുതലും. മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്. നമ്മൾ ഓഡിയൻസിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കണം. അവരുടെ കറ്റുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കണം. വി ഷുഡ് ലുക്ക് അറ്റ് ദി ഐസ് ഓഫ് ദി വ്യൂവേഴ്സ് ഓർ ദി ഓഡിയൻസ്. അല്ല പരിഭ്രമിച്ച് ഇങ്ങനെ ദേശീയ ഗാനത്തിൻ്റെ ആലപിക്കുന്നതിന് മുമ്പ് നിൽക്കുന്ന പോലെ തലയും കുമ്പിട്ട് നിൽക്കരുത്. വി ഷുഡ് കീപ്പ് അവർ ഹെഡ്സ് ഹൈ. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ
വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന പോലെ വി ഷുഡ് കീപ്പ് അവർ ഹെഡ്സ് ഹൈ. വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, വേർ ദി ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് പറയുന്നത് വി ഷുഡ് കീപ്പ് അവർ ഹെഡ്സ് ഹൈ ആൻഡ് വി ഷുഡ് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. വി ഷുഡ് നെസസറിലി മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. There should be eye contact between the sender and receiver, or the communicator and the audience. There should be eye contact between sender and the receiver, or the communicator and the audience. Then pausing effectively while speaking, asking questions. We should pause. Pause means stop effectively. ഇങ്ങനെ വെറുതെ പ്രതിമാണക്ക് കുറേ നേരം അനങ്ങാതങ്ങ് നിൽക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു നിർത്തൽ വേണം. Pause means a short interval. We should give short intervals to the audience to ponder over. നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിക്കണ്ടേ, അതിനെ സഹായിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എഫക്റ്റീവായൊരു പോസ്, എഫക്റ്റീവായൊരു നിർത്തൽ വേണം. ആൻഡ് ഓൾസോ ഫോർ മേക്കിംഗ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻട്രസ്റ്റിംഗ്, വി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദം. ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരുമായിട്ട് ചോദിച്ചാൽ, അല്ല ഒരു വ്യക്തിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പരിഭ്രമിച്ച് ആൻസർ പറയാൻ കഴിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് വളരെ വഷളായി മാറും. ഓഡിയൻസിൽ ആരെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളൂടെ ചോദിക്കണം. then only the communication will become effective. So maintaining eye contact for improving our communicative skill, for bettering our communication process, we should observe all these things. We should maintain a good eye contact, pausing effectively while speaking, സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ നിർത്തൽ വേണം. And asking questions. You should try to maintain eye contact. You should try to maintain eye contact, pausing effectively while speaking, and asking questions. You should also ask questions to make your communication a lively affair, a energetic affair, or we can say an interesting thing. രസകരമാക്കാൻ വേണ്ടി ചോദ്യങ്ങളും ചോദിക്കണം. To make ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഇത് ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്, സ്പീച്ചിൻ്റെ കാര്യമാണ്. ടു മേക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് മെയിൻ്റെ, അല്ലാതെ എഴുതുമ്പോൾ ഐ കോണ്ടാക്ട് വരത്തില്ലല്ലോ. ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ടു മേക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്, വാട്ട് ഷുഡ് വി ഡു? ടു മേക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് വിത്ത് ദി ഓഡിയൻസ് ഓർ ദി ലിസണേഴ്സ്. പോസ് അപ്രോപ്രിയേറ്റ്ലി, അനുയോജ്യമായി ഇടയ്ക്കിടയ്ക്ക് നിർത്തണം. ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഹോൾഡ് ദെയർ ഇൻട്രസ്റ്റ്, ടു കീപ്പ് ദെയർ ഇൻട്രസ്റ്റ്. ടു കീപ്പ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് വി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് അറ്റ് ഇൻ്റർവെൽസ്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ചോദ്യങ്ങളോട് ഉന്നയിക്കണം. ഇതിനാണ് ഫോർ ഹോൾഡിങ് ഓർ കീപ്പിംഗ് ദെയർ ഇൻട്രസ്റ്റ്. സോ ദിസ് ഈസ് അബൌട്ട് the various types of communication and effective communication, and the things which disturb effective communication, and improving the ways or methods or the techniques of communication.